വസുധ സെപ്റ്റംബർ 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് നമ്മുടെ കൗമുദി ടിവിയിൽ. ചായ വേണമായിരുന്നു അമ്മയ്ക്ക്. രാവിലെ ചായ കുറയ്ക്കണം. അതിപ്പോ ഞാൻ രാവിലെ ഒരു ചായ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും ചായ. ചായ നിർത്തി. ചായ നിർത്തി, കാപ്പിയാക്കി. രാവിലെ ഒരെണ്ണം അടിച്ചാണ്ടല്ലോ, അന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ലല്ലോ, ഒന്നും സംഭവിക്കത്തില്ല. കഴിക്കാതിരിക്കുന്നില്ലല്ലോ. അല്ല, നമുക്ക് തന്നോളൂ, ഇവിടെ സ്നേഹത്തോടെ വിളിച്ച് തരുമ്പോ വേണ്ടാന്ന് പറയാൻ പറ്റും. പിന്നെ അതിന് കയറുവായാലോ. ആരെന്ത് തന്നാലും വാങ്ങിച്ചു കഴിച്ചോ. പിന്നല്ല, അതാണ് വേണ്ടത്. അതാണ് വേണ്ടത്. എന്തായാലും ഒരു ഡയറ്റ് നോക്കുന്നുണ്ട്. 1 മാസമാണ് തടി കുറഞ്ഞ് മച്ചമ്മയുടെ കൂട്ടാവും ഞാൻ. നീ എന്റെ കൂട്ടായാലും കുഴപ്പമില്ല, നിനക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലേ? തടി ഒന്നല്ല, അച്ചാച്ചൻ അഴക് ഇത് തന്നെ. ചായ നിർത്തിയിട്ടാണ് ഒന്ന് കുറഞ്ഞിട്ടുള്ളത്. ഒരു ടയർ കുറഞ്ഞു കൊടുത്ത കുറഞ്ഞ ഈ ഷർട്ടൊക്കെ ഇടാൻ പറ്റും. ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. 1 മാസം കൊണ്ട് ഒതുങ്ങും. ക്ലീറ്റസ് വന്നില്ലല്ലേ, തങ്കവും അവിടെ ഇല്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഈറ്റച്ചാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്തോളാം. അമ്മ കഴിച്ചു. 2 ദിവസം ഡ്രില്ല് വിട്ട പോലെ നോക്കണ്ട ഇങ്ങോട്ട്. റോസ്മേരി ഫ്രം കൊടങ്ങാവള. മുഖം വാടിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ കോള് റോസ് ചേച്ചിയുടെ. ഹലോ, എന്തിന് ഞാൻ അവിടെ വന്നിട്ട് എന്തോ ചെയ്യുമെന്നാ നീ പറയുന്നത്? ഇവിടെ ആകുമ്പോൾ ആണ്ടിന് എങ്ങനെ അധികം പണിയുണ്ട്. അച്ചമ്മയുടെ കയറപ്പിലൊക്കെ കുറെ പണികൾ വരും. നീ ചുമ്മാ നടന്ന് നീ വെച്ചിട്ട് പോയാ നീ എന്താന്നേ? റോസ്മേരി ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. അവളിങ്ങോട്ട് വന്നത് നീ അങ്ങ് എന്നാ പോരെ? ഇവിടുത്തെ പൊറുതി മറുതിയൊക്കെ അങ്ങ് കൊണ്ടുപോകാമല്ലോ. അവിടെ കുടങ്ങാളം എനിക്ക് കളക്ടർ ഉദ്യോഗം ഉണ്ടാക്കി വെച്ചേക്കുന്നു. നന്നായി. അല്ല, എല്ലടാ നല്ലത്. വെറുതെ ഇവിടെ വന്നിട്ട് നിന്റെ ഭാവി കളയാൻ. അതാണ്. ഇല്ല, റോസ് ചേച്ചി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോര്. സ്ഥിരമായിട്ടൊന്നും അവിടെ നിൽക്കണ്ട. അവള് വിട്ടാലല്ലേ. അല്ല, നീ എടി അമ്മ അവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും ഇങ്ങോട്ട്. അത് നടക്കത്തില്ല മച്ചമ്പി. ഇവിടെ എന്തെങ്കിലും പൊടി വർക്ക്, അവിടെ നിന്ന് എന്റെ ട്രാക്ക് മാറിയാൽ വേറെ. ഇവിടെ എന്ത് പൊടി വർക്കാണ് എനിക്കുള്ളത്? അവന്റെ പിറകെ കിടക്കണം. ഇതിൽ പണ്ടാര ചോദിച്ചാണ് എന്ത് ചെയ്യണടാ, ഞാൻ അച്ഛൻ്റെ അവിടെ വെക്കണം. അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛൻ വെറുതെ വെക്കണം. ആ പരിപാടിയാണ്. അവന്റെ കൂടെ നടന്നുള്ള ഭാവികളേറി നീ. അവനും അവന്റെ ജീവിതം തുലച്ച്. നീയെങ്കിലും മര്യാദയ്ക്ക് പോയി ജീവിക്കാൻ നോക്ക് കുടുംബമായിട്ട്. കഴിച്ചിട്ട് കഴിക്കടാ. കണ്ട ആവശ്യത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ തന്നെ എഴുതിട്ട് പോയത്. ഇത് ആവശ്യമില്ലാത്ത നീ ആലോചിച്ചു. പിന്നെ ഇത് ആർക്ക് നീ ആലോചിച്ച് നോക്ക്. അവര് കുടുംബ കല്യാണം കഴിച്ച് മക്കളുമായിട്ട് നിൽക്കുന്നവരുന്ന്. അപ്പൊ അവൻ അവിടെ അവന്റെ വീട്ടിൽ പോയല്ലേ നിൽക്കേണ്ടത്. ഇവിടെ നിൽക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ജോലിക്ക് പോകുന്നില്ല. ഇവന്റെ പിറകെ നടന്നിട്ട് അവന്റെ ജീവിതം തുലക്കണത്തിന് മറ്റവനെ തുലച്ചു. വിശക്കുന്നെന്ന് പറഞ്ഞ ആളാണ്. ഒരെണ്ണം കണ്ടാന്ന് തോന്നുന്നു കഴിച്ചത്. കുറച്ച് കഴിയുമ്പോൾ വിശകം വീണ്ടും വരും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയേണ്ട ചില കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയെങ്കിലും ചിന്തിക്കട്ടെ. ഇല്ലേ അവനൊക്കെ മറന്ന് ജീവിക്കും ഓരോ കാര്യങ്ങൾ. നീ അവനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയതാ, അതോ നീ പഠിക്കാൻ പോയതാ? ഇത്ര സമയം എന്തോടെ താമസം? ഞാൻ വന്നിട്ട് ഫിലിപ്പൻ്റെ അടുത്ത് തന്നെ കാപ്പി കുടിക്കുക. ഓ, അത് ശരി. ഉച്ചയൂണും കഴിച്ചാ അവിടെ നിന്ന്? പിന്നെ റോസ്മേരി വിളിച്ചിരുന്നു. എന്നെ വിളിച്ചായിരുന്നു. നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെയുള്ള സഹവാസമൊക്കെ മതിയെന്ന്. അച്ഛമ്മ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് വേണം, ഇനി ഞാൻ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി അവൾ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് നടക്കണം എന്തിനാണ്? അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അതൊക്കെ ഈറ്റമച്ചമ്മയുടെ നല്ല മനസ്സ്. കനകമച്ചമ്മ എന്താ പറഞ്ഞെന്നറിയോ? അതെന്ത് പറഞ്ഞു? ഞാൻ കൊടങ്ങാവളെ പോയാലേ രക്ഷപ്പെടൂ, അല്ലാതെ ഞാൻ ക്ലീറ്റമച്ചമ്മയുടെ വാലായിട്ടായിട്ട് കിടന്നാൽ ഞാൻ തെണ്ടിത്തിരിഞ്ഞ് പോകത്തേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. അവനെന്തിൻ്റെ ഇതാണ് അങ്ങനെ പറയേണ്ട കാര്യം? നമ്മുടെ സഹോദര സ്നേഹം കൊടങ്ങാള കുടുംബത്തിന് ഐക്യം കണ്ടിട്ട് പുള്ളിക്ക് ഒക്കുന്നില്ല. അത് തന്നെ. കർത്താവിനാണ് ഇതുപോലൊരു നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരുത്തൻ. അയ്യോ, ഒരു മനുഷ്യൻ രക്ഷപ്പെടണത് അവനങ്ങോട്ട് ഇഷ്ടമല്ല. നീ എൻ്റെ അവിടെ നിന്ന് എന്ത് നശിച്ചടേ?
ഞാൻ പണി പഠിച്ച് ഇത്ര ബന്ധങ്ങളായി പാർട്ടി സാധനം കിട്ടി. അതാണ് അവന് വല്ല അറിയാം. അവന് ഈ പോലീസ് സ്റ്റേഷനകത്തുള്ള കുറേ മറ്റേ മാക്രി പോലീസുകാരായിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ. അല്ലാതെ പുറത്തെ ആൾക്കാരുമായിട്ട് വല്ല ഇടപെടലുണ്ടോ? ഒന്നുമില്ലല്ലോ. അസൂയനടാ ഇത്. അതെ. അപ്പം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നീ ഇനിയിപ്പോൾ എങ്ങോട്ടും പോകണ്ട. റോസ്മേരി ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അറിയോ? നീ പോകണ്ടാ, നീ ഇവിടെ നില്ല്. നീ അങ്ങനെ ഇവിടെ നശിക്കുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. പലപ്പോഴും ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ ക്ലിറ്റമച്ചമ്പോട് കുറേ കുറ്റങ്ങൾ കലാമച്ചമ്മ എൻ്റെ അടുത്ത് പറയായിരുന്നു. നമ്മളെ വഴക്ക് വേണ്ടെന്ന് നീ പറയുന്നുണ്ട്. വേണ്ട, നമ്മളിനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് എന്തിനു വെറുതെ അവ അങ്ങനെ പറയൂ. അത് നമുക്കറിയാലോ, എനിക്കറിയാം. അവളെ വിളിച്ച് പറയൂ. അവളെ വിളിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞോളാം റോസ്മേരി. ചായ എടുക്കട്ടെ? ചായ ഇപ്പം വേണ്ട, ഞാൻ പറയുമ്പം എടുത്തു തന്നാൽ മതി. പിന്നെ തല മസാജ് ചെയ്ത് തന്നെ വേണ്ട. ഇപ്പം ഞാൻ ഇച്ചിരി കണക്ക് നോക്കാണ്ട് പാർട്ടിയുടെ. ഞാനോട് സഹായിക്കാം. അയ്യോ അത് വേണ്ട. നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച കണക്കാണ് ഞാൻ ഇപ്പം ശരിയായിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ആലോചിക്കുകയാണ് ഇവന് എന്തിൻ്റെ കുഴപ്പമാണ്. കൊറേ നേരം ആയാലും അലക്ക് തുടങ്ങിയിട്ട്. ഇപ്പൊ തീരും. കഴിക്കാൻ വരുന്നില്ലേ? കഴിക്കാൻ വരാ. കൊള്ളാം. എന്തൊരു ചോദ്യം അത്. ക്ലീറ്റോ ചേട്ടൻ അവിടെ പോയി. രാവിലെ എന്താ പാർട്ടി കണക്കൊക്കെ എഴുതുമെന്ന് പറഞ്ഞു ഫോണും വിളിച്ച് താഴോട്ടിറങ്ങി പോകുന്നുണ്ട്. കണ്ടില്ല? ആണോ? അയ്യോ, ഞാൻ ക്ലീറ്റോ ചേട്ടനും കൂടെ ചേർത്താ ഉണ്ടാക്കിയത് ഫുഡ്. നമ്മൾ ഒരുമിച്ച് വരാം. എന്നാ വാ. വരാ, കഴിക്കാം. ഇത് ചോദ്യം ലില്ലിപ്പെട്ടത്. അതവിടെ ഇട്ടിട്ട് വാ. കഴിവ് അതേ വരുന്നു. 100 ആയുസ്. 100 തീറ്റമച്ചപ്പിക്ക് 120 വയസ്സ് ആയിട്ടുണ്ട്. അയ്യോ, ഇച്ചിരി കൂടി പോടാ, ശാലം കുറയ്ക്കാം. അല്ല ഇരിക്കട്ടെ. ഓ അത്ര വേണ്ട. ഓ പിന്നെ നീ കഴിഞ്ഞാ? ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. അതോടെ കഴിഞ്ഞാൽ കഴിയോ? ഇതോടെ കഴിഞ്ഞാൽ കഴിയും. എന്നാ പിന്നെ ഇതോടെ ഒന്ന് കഴിയല. എന്ത് നീ എന്താ മറ്റേ തല മസാജ് ചെയ്ത് തരാന്നോ വേറെ എന്തൊക്കെയോ ചെയ്ത് തരാം, ചായ ഉണ്ടാക്കി തരാന്നോ? ഞാൻ കഴിയണോ? ഞാൻ കഴിക്കണം. അല്ലെങ്കിൽ റോസ്മേരി എനിക്ക് വിളിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. വിളിച്ച് ബ്ലോക്ക് ചെയ്തോ? എന്നിട്ട് ഒന്നും പറയണ്ട, അവള് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു കണക്കിന് ഞാൻ പറഞ്ഞു, റോസ്മേരി എല്ലാ മാസവും 5-ാം തീയതിക്കകത്ത് കൃത്യമായിട്ട് പൈസ നിനക്ക് തരും, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. എന്റെ ഒറ്റ ഒരാളിന്റെ ഗ്യാരണ്ടിയിൽ അവൾ വരൂല എന്ന് പറഞ്ഞു. ആണോ? അവളുടെ സ്വഭാവം അറിയല്ല. കൊടുത്തില്ലെങ്കിൽ അവള് ഒരു മാസം കൊടുത്തില്ലെങ്കിൽ ഇവിടെ എത്തും. അത്രേ ഉള്ളൂ. പിന്നെ ക്ലീറ്റോച്ചന്റെ തലയിലിരിക്കുവേ, പറഞ്ഞില്ലാന്ന് വേണ്ട. കൊടുക്കും. ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അവനെ ഇവിടെ അങ്ങോട്ട് പാക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. ഇല്ല, ഇനി ആ സമയത്തില്ല. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? കഴിച്ചിട്ട് നമുക്ക് എടുക്കാം. വാ. ഉണ്ടാ റെഡിയായ? നീ ഇത് അലക്കിട്ട് വന്നാതിരാ. മൊബൈലാന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പോക്കറ്റ് വെച്ചേ. അല്ല ഇനിയിപ്പോ കഴിച്ചിട്ടല്ല. പിന്നെ അത് പകുതിയിലിട്ടിട്ട് പോയാടാ അത്. വെള്ളമായ ചായ. ഓ ചായ. റൊണാൾഡോ ചേച്ചൻ രക്ഷപ്പെട്ടിട്ടാ. ക്ലീറ്റോ ചേട്ടൻ വിളിച്ച് എല്ലാം സെറ്റാക്കി. റോസ് ചേച്ചിനെ വിളിച്ച് വരുന്നില്ലാന്ന്. ആണോ? നന്നായി, അവൻ രക്ഷപ്പെടൂല. എന്താ എടി മറ്റവനോ തൊലഞ്ഞു, ഇനി എവനെ കൂടെ തൊലയ്ക്കാനാണ് എന്റെ ലക്ഷ്യം. അല്ല കാര്യമുണ്ട്, പോയി അവനോന്റെ കാര്യം നോക്കി ജീവിച്ചെങ്കിലാ. അങ്ങനെയൊന്നും അല്ല. ക്ലീറ്റോ ചേട്ടൻ റോസ് ചേച്ചിനെ വിളിച്ച് പറഞ്ഞ് അച്ചാച്ചൻ എല്ലാ മാസവും കൃത്യമായിട്ട് മാസം പൈസ അയച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ റോസ് ചേച്ചി സമ്മതിച്ചു. റോസ് ചേച്ചിക്ക് പൈസ മതിയല്ല. അത് നല്ല ഐഡിയ. അതൊരു അച്ചാച്ച, വേറെ അച്ചാച്ച അപ്പുറത്തുണ്ടല്ലേ, കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് എടുത്ത് ഇതുപോലെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. മാസം കൃത്യമായിട്ട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തായി? അടച്ചങ്ങോട്ട് ആക്ഷേപിക്കല്ലേ. എന്നിട്ട് ഏട്ടനാണോ മാസം പൈസ കൊടുക്കുന്നത്? ഏട്ടനാണ് അവരുടെ കുടുംബകാര്യം മൊത്തം നോക്കുന്നത്. മൊത്തം നോക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. നോക്കുന്നുണ്ട്, എന്നാലും ഏട്ടൻ കൊടുക്കുന്നോണ്ടല്ലോ കുടുംബം കഴിയണത്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ പറയാൻ കണക്ക് മുള്ളിന്റെ മുട്ടി മുള്ളേ കുരു. പിന്നെ ക്ലീറ്റോ ചേട്ടന് നല്ല വിഷമമുണ്ടായിരുന്നു റൊണാൾഡോ ചേച്ചി ഇവിടുന്ന് പോണേല്. എനിക്കും നല്ല വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞത്. അവന് വിഷമമെന്നാണ് എന്റെ വിചാരം. അവന്റെ ഒരു വാല് പോയി, ബാക്കി 2 ഇപ്പൊ കാണാനില്ലല്ലോ. ഇവൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവൻ പറഞ്ഞ അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് ചാടിക്കളിക്കട കൊച്ചുരാമൻ നമ്മ പറയാൻ കണക്ക് ഒരുത്തവർ വേണവന്. അവന്റെ ഒരു സഹായം നഷ്ടപ്പെട്ടു, അതാണ് അവന്റെ വിഷമം. ആണാ? നമുക്കൊരു സഹായം ഇല്ല ചേച്ചനെ കൊണ്ട്. ഏട്ടൻ പറയുമല്ല, എടാ ഒന്ന് കടയിൽ പോയി കേടാ, ഒന്ന് അത് വാങ്ങിച്ചോണ്ട് പോടാ, ഒന്ന് ഇത് വാങ്ങിച്ചോണ്ട് പോടാ, അവളെ ഒന്ന് സഹായിക്കടാ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ 2 കൂട്ടർക്കും സഹായം ഉണ്ട്. അല്ല അതുപോലെ അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇത്രയൊന്നും ഞാൻ ചെയ്യിക്കുന്നില്ല. 1-2 കാര്യത്തിന് അവൻ സഹായം അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കാത്ത എന്താണ്, അവനൊരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുത്തൻ ഇവിടെ വന്ന് വാലാകോല നടന്നാലാ നമുക്ക് സഹായമായി സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവന്റെ ജീവിതം എന്താവും അത് ചിന്തിക്കാത്ത ഞങ്ങള്. അവരുടെ കാര്യം അവർ നോക്കിക്കോളും. ഏട്ടൻ തലയിടാൻ പോണ്ട കേട്ടല്ലോ. ഇനി അച്ചാച്ചന് ഇവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ, ഇനി അങ്ങോട്ട് പോകാനാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. ഏട്ടൻ ഇടപെടണ്ട കേട്ടല്ലോ. പോത്തിന്റെ അടുത്ത് വേദം ഒന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പയ്യന്റെ കാര്യമ്മ 10-15 വയസ്സേ ഉള്ളൂ, 10ാം ക്ലാസ്സിൽ പഠിക്കണ്.
രാവിലെ എഴുന്നേറ്റ് സകല വീടുകളിലും പത്രം ഇടാൻ പോകും. പത്രം ഇടാൻ പോയിട്ട് അതിനുശേഷം വന്നിട്ടാണ് അവൻ ട്യൂഷനൊന്നുമില്ല, പക്ഷെ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് അവൻ. കണ്ടാ ഇത്തവണ സ്കൂളിൽ പോകുന്ന സമയത്തുണ്ടല്ലേ, സ്കൂൾ തുറന്ന സമയത്ത് 10ാം ക്ലാസ് തുടങ്ങുമ്പോൾ SI സാറാണ് സകല പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തത്. പിന്നെ നമ്മളൊക്കെ എല്ലാവരും സഹായിക്കും അവൻ. അച്ഛനില്ലേനെ? അച്ഛൻ അവന്റെ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. അയ്യോടാ. അപ്പൊ ഈ കൊച്ചിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും ഇല്ല. പക്ഷെ ഇവനുണ്ടല്ലോ മിടുക്കനാണ്, ടീച്ചേഴ്സിന് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് അവന്. എന്ത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ നമ്മൾ അറിഞ്ഞങ്ങോട്ട് ചെയ്യാതെ ഒരു കാര്യം കൊണ്ട് ചോദിക്കില്ല. പക്ഷെ നമുക്കറിയാലോ, മാസം എടാ ഫീസ് കൊടുത്താൽ അല്ല സാറേ കുഴപ്പമില്ല, വാ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ ചേർന്നിട്ടൊക്കെ നിങ്ങളപ്പ മാസം എന്തെങ്കിലും നമ്മൾ കൊടുക്കും. അവന് വിളിച്ചു വരുത്തിയാ കൊടുക്കുന്നത്. പത്രത്തിന്റെ ഇവിടെ ഇവളോടൊക്കെ ഇല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്, ഇടി നല്ല ഒന്ന് വന്നിടി ആ ഒരു പാത്രം ഒന്ന് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ. അത് അമ്മ പറയാൻ കണക്ക് വിഷമം അറിയാതെ വളർന്നോണ്ടാണ് അല്ലേ അമ്മ? അതെ. ഓ ഇനി വലുതായി കെട്ടിച്ചു വിടാറായി. എന്താ മക്കളെ? ഞാനിപ്പോഴും കൊച്ചു തന്നെ. മക്കളെ എന്റെ കൊച്ചിനോട് പറഞ്ഞ എന്തെങ്കിലും കൂടി ചെയ്തു തരുള്ളൂ. ഇവളാണ് ഭൂലോകം. ഇടയ്ക്ക് അമ്മ പറയുമ്പോ കുനിഞ്ഞിട്ട് ഒരു കുപ്പയൊക്കെ എടുക്കാം അല്ലേ അമ്മ? പിന്നെ ഇനിയൊക്കെ വീട്ടുകാര്യങ്ങൾ അമ്മയെ സഹായിക്കണം ഒത്തിരിയൊക്കെ. നിറയെ ക്ഷുദ്രജീവികളാണ്. ഒരു എന്തോ കിട്ടിയ ചേട്ടാ? ചെലന്തി. ചായ വേണ ഇപ്പ? ചായ വേണ? ചായ വേണ്ട, കട്ട വേണ്ട. ഇട്ടുതരാം. സിംഗടി പോയാടെ എന്റെ ഏതാ ഒരാൾ വന്ന് അവനെ പണിക്ക് വിളിച്ചോണ്ട് പോയി. ആണോ? ആ നല്ല കാര്യം. നീ എന്താ അവൻ്റെ അടുത്ത് പറഞ്ഞത്? എന്ത് പറഞ്ഞു? അവൻ എന്റെ കൂടെ നടന്ന നശിച്ചു. റോസ്മേരി ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞു. അതിനിപ്പോ എന്താണ് തെറ്റ്? റോസ്മേരി നിന്നോട് പറഞ്ഞു അവനെ വിളിക്കാൻ അവൾ ഇവിടെ വരുമെന്ന് പറഞ്ഞാ? ഇത് നല്ല കൂത്ത്. റൊണാൾഡോ പറയുന്നത് അവൾ ഇങ്ങോട്ട് വരുന്ന കാര്യം. എന്നാലേ റോസ്മേരി ഇങ്ങോട്ട് വരുന്നില്ല, അവനെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ട് പോണുമില്ല. അങ്ങനെ വല്ല ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കുകയില്ല കേട്ടാ. അവൻ നന്നാവാൻ വേണ്ടി പറഞ്ഞതല്ലോ, വെറുതെ നിന്ന് നശിക്കണ്ടല്ലോ നേരത്തെ പറഞ്ഞു. അതിനിപ്പോ തെറ്റാണെങ്കിൽ വിട്ടാക്കി പോ. അവൻ ഇവിടെ നിന്ന് എന്ത് നശിച്ചിട്ടുണ്ടേ? അവനോട് എന്താണ് കുഴപ്പം? അവനോട് ഒരു കുഴപ്പമില്ല, അവൻ അന്തസ്സായിട്ട് ഇവിടെ നിൽക്കണോണ്ട് അവൻ പണിക്ക് പോകണമുണ്ട് കേട്ടാ. അയ്യോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ട് കാര്യം. 2 ഉടായ്പല്ലേ അവന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആരുടെ ഉടായ്പ്? നീ എന്താ നീ അവനോട് പറഞ്ഞേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. എന്ത്? നീ ഒറ്റിയാലും അവൻ എന്റെ ചോരയാണ്. അവൻ എന്റെ അടുത്ത് വിവരം പറയും, പക്ഷെ നീ അത് ഓർത്തില്ല. ആ വായി നോക്കി. അവന് നല്ലതിനുമാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്. അവനൊരു കുടുംബമുള്ളതാണ്. അവൻ കുടുംബത്തിൽ നിൽക്കണോ ഇവിടെ നിൽക്കണോ? അയ്യോ എടാ, അവൻ എന്റെ അനിയനാണ്. അവൻ ഇവിടെ നിൽക്കണേന് എനിക്ക് ബുദ്ധിമുട്ടല്ലോ, നിനക്ക് ബുദ്ധിമുട്ടല്ലോ ഉണ്ടാ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നീ സംസാരിക്കണ്ട. നീ ചെലവിനൊന്നും കൊടുക്കണ്ട, നിന്റെ പൈസ ഒന്നും വാങ്ങിക്കണല്ലോ. പൈസ കൊടുക്കാത്ത ആഹാരം കഴിക്കുന്ന ഇവിടെ നിൽക്കുന്ന ഒന്നും അല്ല എന്റെ പ്രശ്നം. നീ അത് കണക്ക് പറയും. നീ ഈ ആഹാരത്തിന് കണക്ക് പറയും. എന്താ ഞാനൊരു നല്ല കാര്യം പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ നിന്റെ വീട് റോസ്മേരി ഇങ്ങോട്ട് വരണ കാര്യം പറഞ്ഞല്ലോ, അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. റൊണാൾഡോനെ പറഞ്ഞയക്കാം. അവൻ എന്തെല്ലാം പറഞ്ഞതറിയാമോ എന്റെ അനിയനെടുത്ത്? നിന്റെ എന്റെ കൂടെ അവൻ നശിച്ചു പോകുന്നു. നീയോ നശിച്ചു? നീ ഒരു കാര്യം, അവനെ ജയിലിനകത്തോണ്ട് പിടിച്ചിടും, എന്നിട്ട് അവിടെ നീ നന്നാക്കണേ. ജയിലിലുള്ള കാര്യം പറഞ്ഞ മനുഷ്യനാണ് മനസ്സിലാവും. പറഞ്ഞ കാര്യമില്ലല്ലോ. കളിക്കുന്നു കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണ വിശേഷം. നീ ആരോ നന്നാക്കണ്ട. എന്റെ അനിയനെ എങ്ങനെ നന്നാക്കണോ എനിക്കറിയാം. നിന്റെ അനിയൻ മാത്രമല്ല, മോനെ മര്യാദ പഠിപ്പിച്ചാൽ മതി. ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെ പറഞ്ഞറിയാമോ? ചായ നിന്റെ കെട്ടിയുടെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കും. കഷ്ടമെന്ന് പറ. കുടുംബമുണ്ട്, കൊച്ചുങ്ങള് കിടക്കുന്നു, അവരെ ഒന്ന് കാണാൻ പോണെന്ന് പറഞ്ഞാൽ ഇത്രയും കുറ്റമാണ്. നല്ലത് നായിക്ക് പറഞ്ഞിട്ടില്ലമ്മ. ഞാൻ കൊറേ നേരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരിൽ ഇടപെടല്ലേ ഏട്ടാന്ന്. ബിരുദം തന്നെ എന്തായാലും. രാത്രി ഒന്നാമതേ ഉറക്കമില്ല. ഒന്ന് മയങ്ങി വന്നതാണ്, അപ്പോഴത്തേക്ക് അങ്ങ് വിളിച്ചുണർത്തി. ഉള്ള ഉറക്കവും പോയി. എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ. ഒന്നുമില്ല. പിന്നെ ഈ ഉറക്കത്തിൽ തന്നെ ഒന്ന് വിളിച്ചു. നമ്മളെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് തെറ്റുമല്ലോ ഉണ്ടാമ്മ. ഒരു ചെറുപ്പക്കാരൻ, അവന് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരുത്തൻ അല്ലേ? അവനിങ്ങനെ ഓരോരുത്തരുടെ വാലും പിടിച്ച് ഇവിടെ നടന്ന അവൻ്റെ ജീവിതത്തിൽ നശിച്ചു പോണത് ആണല്ലോ. ലില്ലിയുടെ അടുത്തോ തങ്കത്തിൻ്റെ അടുത്തൊന്നും പറയാനൊന്നും നിൽക്കണ്ട.
അമ്മ ഒന്ന് റോസ്മേരി വിളിക്കണം, വിളിച്ചിട്ട് പറയണം മര്യാദയ്ക്ക് വന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോകും, ഇല്ലെങ്കിൽ ഇവ ഇവിടെ നിന്നിട്ട് അവൻ്റെ ജീവിതം തൊലഞ്ഞു പോകും. കാരണം മറ്റവൻ്റെ കൂടെയാണ് നടക്കുന്നത്, അറിയാമല്ലോ. സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ പിന്നീട് അവസാനം ആരും കാണൂല അവസാന കാലഘട്ടത്ത്, അറിയാമല്ലോ. അല്ല അത് നിനക്ക് പറഞ്ഞാലെന്ത്, നീ പറയുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അല്ലമ്മ, ഞാൻ പറയാൻ വിചാരിക്കും വേറെ എന്തെങ്കിലും കൊണ്ടാണ് പറയണമെന്ന് വിചാരിക്കും. അമ്മയ്ക്ക് ഇത് ബോധ്യമില്ല, അവന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പറയണത്. അല്ല നല്ല കാര്യം പറഞ്ഞാലേ ഇന്ന് അങ്ങനെയൊക്കെ തന്നെ പറയുന്ന ഒരു. പക്ഷേ അമ്മ പറയുമ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടെ അവരെടുക്കും, അവർ കാര്യം മനസ്സിലാവും. നാളെ തന്നെ ഇങ്ങ് വരാൻ പറയണം, നാളെ തന്നെ വന്ന് ഇവനെ വിളിച്ചോണ്ട് പോകാൻ പറയണം കേട്ടാ. കാരണം ഇതിപ്പോൾ അവ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്കൊരു സഹായമാണ്. പക്ഷെ അങ്ങനെ നമ്മുടെ മാത്രം സന്തോഷം നോക്കിയിട്ട് കാര്യമില്ലമ്മ. വീടാ കുടിയായി കിടക്കുമ്പോൾ അത് ശരിയല്ല ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതാണ് പറഞ്ഞത്. ഹലോ, റോസ്മേരി അല്ലേ? നല്ലു, നിന്നെയാണ് കേട്ടോ ഞാൻ ഏർപ്പെടുത്തി വിടുന്നത്. ഇന്ന് നോക്കിക്കോണം ഇന്ന് ആരാണ് വഴക്കടിക്കുന്നതെന്നേ. ഏട്ടാ, ഇവള് ട്യൂഷൻ ക്ലാസ്സിൽ ആ മാധവ് എന്ന് പറഞ്ഞ ചെറുക്കനായിട്ട് എപ്പോഴും ഇടിയാന്ന് പറയണത്. ഇനി മാധവനോട് ചോദിക്കണം ആരാന്ന്, അപ്പൊ അവൻ പറയും ഇവളാന്ന് പറയും. ആണോ? എന്നാലും മക്കളെ നമ്മളൊന്ന് നിയന്ത്രിക്കണം കേട്ടാ, വെറുതെ വഴക്കൊന്നും കൂടണ്ട. വഴക്ക് പിടിക്കരുത് കേട്ടാ, നമ്മൾ പഠിക്കാനാ പോണത്, പഠിച്ചിട്ട് ഇങ്ങോട്ട് പോരണേ. ഇനി അവനാണ് ഇടിവെക്കാൻ വരുന്നെങ്കിൽ ട്യൂഷൻ ടീച്ചറിനോട് പറയണം. അല്ല അല്ലെങ്കിൽ അവനോട് പറയണം എന്റെ അച്ഛൻ പോലീസാണ്, എന്റെ അച്ഛൻ അങ്ങോട്ട് വരും. അങ്ങനെ പറഞ്ഞെടുത്താൽ അവന്റെ അച്ഛൻ എസ് ഐ എന്ന് പറയായിരുന്നു തിരിച്ച്. അവൻ വന്നില്ലല്ലോ. തക്കുടു ഇറങ്ങി മക്കളെ, ചേച്ചിയുടെ കൈ പിടിച്ചോണം കേട്ടാ. നോക്കി പോണേ 3 പേരുടെ ഒരുമിച്ച്. സൂക്ഷിച്ചല്ലേ മക്കളെ. എന്തുവാടാ ഒരു കാര്യം പറഞ്ഞ ഉടനെ അങ്ങ് ചെന്നങ്ങ് പറഞ്ഞു കൊടുത്തല്ലേ? ആർക്ക് വേണ്ടിയാ ഞാൻ പറഞ്ഞത്? നിനക്ക് വേണ്ടി തന്നെ പറഞ്ഞത്. ഓ, അത് പറഞ്ഞോണ്ട് ഇനിയിപ്പോ എന്താ നിനക്ക് അവനെ അടിക്കണോ? എന്റെ പൊന്നെ തുടങ്ങി. എന്ത് അടിക്കാൻ പിടിക്കാൻ വേണ്ട? ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ്? ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ്? നീ തെറ്റേ ഉള്ളൂ, പറഞ്ഞ മുഴുവൻ തെറ്റാണ്. അവൻ എന്താണ് കുഴപ്പം? എന്താ കുഴപ്പം? അവനവന്റെ വീട്ടിൽ പോയിന്നൂടെ? അവന്റെ ഭാര്യ അങ്ങോട്ട് ചെല്ലാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അവരെ ഭാര്യയും ഭർത്താവും വിളിക്കാൻ കാണാൻ പോയൊക്കെ ചെയ്യണുണ്ട്, അവൻ പൈസ കൊടുക്കണുണ്ട്, എല്ലാം ചെയ്യണുണ്ട്. നിനക്ക് ഇത്ര എന്താണ് പൈസ കൊടുക്കാത്തോണ്ട് ഇവൻ കുടുംബം നോക്കാത്തോണ്ടാണല്ലോ അവളി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ ഏട്ടൻ അച്ചാച്ചന് ഇഷ്ടമുണ്ടെങ്കിൽ അച്ചാച്ചൻ പൊക്കോളൂ. നീ വലിയ പുണ്യാളം ചമയണ്ട. നീ അവനൊപ്പം നന്നാക്കാൻ നോക്കണ്ട. നീയേ നന്നായി, ഞാൻ നന്നായില്ല, ഞാൻ നശിച്ചു പോയി. അതുകൊണ്ട് എന്താണ് നിന്റെ പെങ്ങൾ ഇവിടെ നശിച്ച് കിടക്കല്ലേ? അതുകൊണ്ടാണ് കുടുംബം നോക്കാത്ത നിന്റെ കൂടെ അവന്റെ കുടുംബം നോക്കാൻ പെങ്ങള് വേറെ എവനെയും ആലോചിച്ച് കണ്ടുപിടിച്ച് കെട്ടിക്കാൻ അവള് പറയട്ടെ. അതൊന്നും പറയേണ്ട കാര്യമില്ല. പുണ്യാളം നീ കൂടെ നിൽക്കണം നമ്മള്. നീ എങ്കിലും എന്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥത ഇല്ലാതായി വന്നിരിക്കുകയാണല്ലോ. മോന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ കേൾക്കത്തുള്ളൂ പറയുന്ന പിന്നെ